Hi, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. എല്ലാവരും ഒരു പുതിയൊരു കോഴ്സിലേക്ക് അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പുതിയൊരു കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യണം അല്ലെ. എല്ലാവർക്കും ഈ കോഴ്സിലോട്ട് വെൽക്കം ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. വന്ദന എന്നാണ് എന്റെ പേര് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണോ? അടുത്തല്ല, പത്തനംതിട്ട. പത്തനംതിട്ട, മലപ്പുറം, തിരൂര്. പത്തനംതിട്ട. പത്തനംതിട്ട. ഓക്കെ ഓക്കെ. ഹന്ന കോഴിക്കോട് അല്ലെ. ഓക്കെ, അച്ഛിത പാലക്കാട്. ഓക്കെ, അപ്പൊ എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരുണ്ടല്ലേ. കോട്ടയം പാല. ഓക്കെ. ശ്രീലക്ഷ്മി തൃശ്ശൂരിൽ അല്ലെ. ഇരിഞ്ഞാലക്കുട. ഓക്കെ. എന്താണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. ഓക്കെ ഓക്കെ. കൃഷ് ദുബായ് അല്ലെ. ഇർഫാൻ അരീക്കോട്. ഓക്കെ, കോഴിക്കോട്. എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരുണ്ടല്ലേ. മലപ്പുറം, കോഴിക്കോട്. അപ്പൊ എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റിലായിരിക്കാം. നിങ്ങളൊരു പുതിയൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാണ് അല്ലെ. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെ. ഏഷ്യാനെറ്റിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോ എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒരു 3 ടീച്ചേഴ്സും കൂടി ഉണ്ടാവും കേട്ടോ. മൊത്തം 4 ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോ ബാക്കി 3 പേര് നിങ്ങളുടെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് കാണും. ഓക്കെ, ഞാൻ എന്തെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് ഏകദേശം ഒരു 43 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഓൾ മ്യൂട്ട് ചെയ്തേന്നാ. ഓക്കെ. ശരി. ക്ലാസ് ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് ആദ്യം പറയാം. എന്നിട്ട് നമുക്ക് പതുക്കെ ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ അതിൻ്റെതായ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ സാറിന്റെ വേറൊരു ക്ലാസ്സും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ചോദിക്കാം. ക്ലാസ്സിനെ പറ്റിയുള്ള സംശയങ്ങളാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും ഞാൻ ഒന്നുകൂടെ വെൽക്കം ചെയ്യാണ് ഈ ഒരു കോഴ്സിലോട്ട്. പിന്നെ അറിയാലോ, എന്റെ പേര് വന്ദന എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ കുറച്ച് കാര്യങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് മേടിച്ചോ? നിങ്ങള് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിരുന്നോ? ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിരുന്നോ? ഒന്ന് മെസ്സേജ് ഇടാമോ? മേടിച്ചിട്ടില്ല. ഓക്കെ, കിട്ടിയിട്ടില്ല അല്ലെ. ഓക്കെ, അപ്പൊ എല്ലാം നിങ്ങൾ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഓക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങള് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പോസ്റ്റലായിട്ട് അവര് അയച്ചു തരും കേട്ടോ. അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ നമുക്കറിയാലോ, ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ നിലവാരത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. എന്നുവെച്ചാൽ ഒത്തിരി ഇപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. കുറെ കാലത്തെ ഗ്യാപ്പിന് ശേഷമൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്താണ് അച്ഛൻ ഓർഡർ ചെയ്തു? ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോ എന്തായാലും നമ്മുടെ ഒരു ക്ലാസ്സില് പല നിലവാരത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. ചിലവര് കുറെ കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നവരുണ്ടാവാം. മറ്റു ചിലർക്ക് ചിലപ്പോൾ നമുക്ക് 1-2 പ്രാവശ്യം കൂടുതൽ പറയേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ എല്ലാവരെയും നമുക്ക് എന്താണ് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മലയാളത്തിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ പിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ നമ്മൾ പൊതുവെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഓൾ മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കുക നമ്മള്. അപ്പൊ നമ്മൾക്കറിയാം 2 മണിക്കൂറാണ് ക്ലാസ് വരുന്നത് അല്ലെ. 10:30 തൊട്ട് 12:30 വരെയാണ് ക്ലാസ്. ഒരു ക്ലാസ് 1 അവറിന്റെ ഒരു ക്ലാസ്. പിന്നെ 11:30 to 12:30 വരെ നെക്സ്റ്റ് ക്ലാസ്. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മള് 1 മണിക്കൂറിന്റെ ആദ്യത്തെ 1 മണിക്കൂർ ക്ലാസ്സിൽ നമ്മൾ കയറുന്ന സമയത്ത് ഓരോ ടീച്ചേഴ്സ് കയറുന്ന സമയത്ത് ആ ഓൾ മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. കാര്യം അറിയാതെ നമുക്ക് ആർക്കും മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും
വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് കഴിയുന്നതിന്റെ ഒരു 5 to 10 minutes മുമ്പ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അൺമ്യൂട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആ ക്ലാസ്സിന് എന്തെങ്കിലും അന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കും. അത് കൂടാതെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ട്, ഏതെങ്കിലും പോർഷൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പൊ ഞാനത് വായിച്ചോളാം, അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് എടുക്കും കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ സംസാര രീതിയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് മെസ്സേജ് ചെയ്തു കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്നും കൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പറയാനുള്ളത് മൊത്തം നമുക്ക് 4 മൊഡ്യൂളുകളാണ് വരുന്നത് കേട്ടോ. 4 മൊഡ്യൂളുകളിലായിട്ട് ആണ് ചാപ്റ്റേഴ്സുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 1ഉം 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, 6 മാസത്തെ കോഴ്സ് ആണല്ലോ. അപ്പൊ മൊത്തം 4 മൊഡ്യൂൾസുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിൽ 1ഉം 2ഉം മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സുകൾ ആദ്യത്തെ 3 മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്കൊരു മൊഡ്യൂൾ എക്സാം വരും കേട്ടോ. 1ഉം 2ഉം ചാപ്റ്റേഴ്സ് കൂടിയിട്ട് ഒരു നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മൊഡ്യൂൾ എക്സാം വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 3 months ആണ് 3ഉം 4ഉം മൊഡ്യൂൾസിലെ ക്ലാസ്സുകൾ നടക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യത്തെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അന്നെടുത്ത ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഓരോ ടീച്ചേഴ്സിന്റെ അവരെടുക്കുന്ന ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് ഡെയിലി നിങ്ങളുടെ ക്ലാസ് റൂമിനകത്തേക്ക് ഇട്ടുതരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് കേൾക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ എക്സാമിന്റെ രീതി എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഓക്കെ, അറിയാലോ ഒരു ക്വസ്റ്റ്യൻ അതിന് 4 ഓപ്ഷൻസ് ആണ്. അപ്പൊ 4 ഓപ്ഷൻസിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ ഒരു പാറ്റേൺ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എക്സാമിനുള്ളൊരു എന്താ പറയാ ഒരു പരിശീലനം കൂടെ അതിൽ കിട്ടും. ഡെയിലി നമ്മൾ അത് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാനും അതുപോലെ ആ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കൂടുതൽ എക്സാം നിങ്ങൾക്ക് എളുപ്പമാകും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡെയിലി ഉണ്ടായിരിക്കും അന്നെ എടുക്കുന്ന ചാപ്റ്ററിന് അന്നത്തെ ആ ഒരു എത്ര ഭാഗം നമ്മൾ പഠിപ്പിച്ചു അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. അത് ഓരോ ടീച്ചേഴ്സും ഇടും കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിലേക്കാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, ക്ലിയർ ആകുന്നില്ലേ ഞാൻ പറയുന്നത്? ഓക്കെ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. നമ്മൾ ക്ലാസ് എടുക്കുക, അതിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ പിന്നീട് ഒരു എക്സ്ട്രാ നോട്ടുകളൊന്നും നമ്മൾ പിന്നീട് കൊടുക്കുന്നില്ല കേട്ടോ. അതിലുള്ള നോട്ട് വളരെ ഷോർട്ട് നോട്ട് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു അഡീഷണൽ നോട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഓരോരുത്തർക്ക് എന്താണ് പഠിക്കാൻ സൗകര്യം. ഇപ്പൊ ചിലവർ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതി വെക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടോ, അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ സൗകര്യം ഉണ്ടോ അതേ രീതിയിൽ നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതി വെക്കുന്നത് ചെയ്യാം. പിന്നെ നമ്മൾ ചിലതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് നോട്ട് ചെയ്യാൻ പറയും, ചില വേർഡ്സുകള്, ചില വേർഡുകളുടെ മീനിങ്ങുകള്, പിന്നെ ചില മെഡിക്കൽ ടേംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറയുമ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. അങ്ങനെ ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ബുക്ക് പിന്നെ മൊഡ്യൂൾ എക്സാമിന് ഞാൻ പറഞ്ഞല്ലോ എന്നെ കൂടാതെ 4 ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. ഇംഗ്ലീഷിനൊരു സാർ ഉണ്ടായിരിക്കും, പിന്നെ ബാക്കി ഞാൻ ഉൾപ്പെടെ 3 ടീച്ചേഴ്സ് HAയുടെ എടുക്കാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എടുക്കാൻ 3 ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ശരി.
ആരും ഒന്നും ഇതിനെ പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട. നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളിതൊരു ഫാമിലി പോലെ കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കുറെ പുതിയ കുറെ സുഹൃത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിലേക്കായിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയാണ്, എന്തെങ്കിലും ഭാഗത്ത് ഞാൻ പറയുന്നതിൽ വ്യക്തത കുറവ്, ഏതെങ്കിലും ഒരു പോർഷൻ ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. പിന്നെ 10:30 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിവതും ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം നമ്മൾ ഇടയിൽ കയറുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് വിട്ടുപോകുന്നത്. അങ്ങനെയുള്ളവര് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്, ഇന്ന് നടക്കുന്ന ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് നാളെ രാവിലെ അപ്ലോഡ് ചെയ്തു കേട്ടോ. അപ്പോ ഇൻ കേസ് നിങ്ങളുടെ ക്ലാസ്സുകൾ ആർക്കെങ്കിലും ഒക്കെ മിസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ആ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക കേട്ടോ. പല കാര്യങ്ങൾ, പല തിരക്കുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ മറ്റേതെങ്കിലും ജോലികൾ ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലെ പണികളുടെ ഇടയിലൊക്കെ ആയിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല, നമുക്ക് വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. എല്ലാ സപ്പോർട്ടിനും നിങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആയി അല്ലേ? ഓക്കെ. വേറെ ആർക്കെങ്കിലും ഒന്ന് ചോദിക്കാൻ? ആരും പരിചയപ്പെടാനായിട്ട് ഇപ്പൊ ഒരു 66 പേരോളം ഉണ്ട്. പിന്നെ നമുക്കറിയാലോ, ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് പരിമിതികൾ നമുക്ക് ഉണ്ടാവും അല്ലെ. ഞാൻ നിങ്ങൾ ആരെയും കാണുന്നില്ല, നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയൊക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഡയറക്റ്റ് നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് ആ കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമുക്ക് എക്സ്ട്രാ നോട്ട് എന്തെങ്കിലും വേണ്ടി വരും? നോട്ട് ബുക്ക് എന്തെങ്കിലും? നോട്ട് ബുക്ക് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതേണ്ടവർക്ക് അത് നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും അറിയാം, നിങ്ങൾ ഈ നോട്ടിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ നോട്ട് ബുക്ക് നിങ്ങൾ കരുതിക്കോളൂ കേട്ടോ. ഓരോ ചെറിയ നമുക്കൊരു ഡൗട്ട്, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, അത് കിട്ടുമ്പോ അതിലുള്ള പോർഷൻസ് മാത്രമല്ലേ കവർ ചെയ്യാണ്ടാവുള്ളൂ, എക്സ്ട്രാ വരൂലല്ലോ? എക്സ്ട്രാ ഒന്നും വരുന്നില്ല കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അത് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതേ രീതിയിൽ തന്നെയാണ് എക്സാമിൽ, പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് വരില്ല കേട്ടോ. ഓക്കെ, ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളില്? ഓക്കെ, പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. സാറ് നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഫീസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ എക്സാമിനെ പറ്റി വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സാറ് ഒരു ഡൗട്ട് ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ ഒരു സെഷൻ ഉണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് സാറിനോട് ഡയറക്റ്റ് ചോദിക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഓൾമേറ്റ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഡിസ്റ്റർബൻസ് ആവും. ക്ലാസ് കഴിയുന്നതിന്റെ ഒരു 5 to 10 minutes നമ്മൾ അവസാനിപ്പിക്കും. നമ്മൾ എടുത്ത കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ സമയത്ത് ചോദിക്കാം കേട്ടോ. ശരി, ഞാനൊന്ന് ഓൾമ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. ഓക്കെ ആണോ എല്ലാവരും? റെഡിയാണോ? ഒരു കാര്യം ചോദിക്കട്ടെ, കുറെ ഗ്യാപ്പിനൊക്കെ ശേഷം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ ഇവിടെ? പിന്നെ ഇപ്പൊ ജസ്റ്റ് പഠിച്ച് മീൻസ് ഒരു ഓക്കെ എല്ലാവരും അല്ലെ. അപ്പൊ അതിൻ്റെതായ അപ്പൊ അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഉണ്ട്. ഓക്കെ, മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടോ? മറ്റെന്തെങ്കിലും ജോലി ചെയ്ത ആൾക്കാരുണ്ടോ ഇതിനകത്ത്? ആഫ്റ്റർ 5 years ആക്ച്വലി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, മിസ്സേ, ഞാൻ ഇന്ന് ക്ലാസ്സിൽ കയറുന്നേ. എന്താണ്? ആദ്യമായിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറുന്നത്. അത് ശരി, ഇന്നാണല്ലോ നമ്മുടെ തുടക്കം. ഓക്കെ, എന്ത് ചെയ്യുന്നു?
ഹലോ ശ്രീലക്ഷ്മി അല്ലേ ഇത്? ആരാണ് പറഞ്ഞത്? അഞ്ജലി. അഞ്ജലി അഞ്ജലി എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായി. ഇപ്പൊ മാരേജ് ഒക്കെ കഴിഞ്ഞു. ഒരു ഹോസ്പിറ്റൽ കോഴ്സ് പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കോഴ്സിന് പറഞ്ഞത്. ഓക്കെ ശരി. ഓക്കെ അഞ്ജലി, കുഴപ്പമില്ല. അങ്ങനെ പലരും ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 18 വയസ്സ് തൊട്ട് 40 ഇയേഴ്സ് വരെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചിലർ ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും, കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം കയറുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ആരും അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് പഠിക്കാൻ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം കേട്ടോ. വളരെ എല്ലാ സപ്പോർട്ടിനും ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ കണ്ടാൽ മതി. ശരി, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. നമുക്ക് പതുക്കെ ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. ശരി. ഞാൻ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും അങ്ങനെ വല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കാര്യം നമുക്കായാലും ഒരു കുറച്ച് കാലത്തെ ഗ്യാപ്പിന് ശേഷം പുതിയൊരു കോഴ്സിലൊക്കെ ജോലി ഞങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, പല നിലവാരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും, ചിലപ്പോൾ ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കുട്ടികൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവാം. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ഒരിക്കലും വറി ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് തുടങ്ങി വെക്കണ്ട. ടെൻഷൻ ഉണ്ട്. എന്തിനാണ് ഫൈസൽ ടെൻഷൻ? ഒരു ടെൻഷന്റെ ആവശ്യമില്ല കേട്ടോ. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കംഫർട്ട് ആയില്ല? നിങ്ങൾ കംഫർട്ട് ആവണം കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. 1-2 ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തും കേട്ടോ. ആ ഒരു ട്രാക്കിലോട്ട് എത്തുമ്പോൾ യാതൊരു പ്രശ്നം, തുടക്കം ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ അത് ഏറ്റവും ഈസി ആക്കി തരാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതൊരു 2 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ്. നിങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് കംഫർട്ട് ആവും കേട്ടോ. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട, യാതൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. എന്താണ് പ്രവീണ? PG കോഴ്സ്. ഓക്കെ, PG കോഴ്സിനെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടണേ. PG കോഴ്സ് കേട്ടോ, അത് വേറൊരു ഓഫീസുമായിട്ടൊന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു. ഇങ്ങനെയുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ സാറ് കയറുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാം കേട്ടോ. സാറിനോട് ചോദിച്ചാൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സാറിനോട് ചോദിക്കാം. സാറ് കയറി ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, തുടങ്ങാം. നമുക്കെന്നാ തുടങ്ങാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യമായിട്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. സ്ക്രീൻ കാണുന്നില്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മള് ആദ്യത്തെ ഒരു ചാപ്റ്റർ കേട്ടോ, മൊഡ്യൂള് 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഓക്കെ ശരി. അപ്പൊ ചാപ്റ്റർ നമ്പർ 1 കേട്ടോ. 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. നമുക്കറിയാം, നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്തറിയണം? ഹോസ്പിറ്റലിനെ പറ്റി അറിയണം. നമുക്ക് ഹോസ്പിറ്റലിനെ പറ്റി അറിയണം എന്ന് പറഞ്ഞാല് നമുക്കറിയാം അല്ലെ, നമ്മൾ ഇന്നിപ്പോ ചുറ്റും നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഹോസ്പിറ്റൽ എന്നുള്ള ആ ഒരു ഇമേജിലോട്ട് എത്താനായിട്ട് ഒരുപാട് കാലങ്ങൾ എടുക്കും അല്ലെ. ഒരുപാട് മാറ്റങ്ങളിലൂടെ, ഒത്തിരി ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഇമേജിലോട്ട് എത്തിയത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് അല്ലെ, ആ ഒരു വാക്ക് അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അല്ലെ, ഏത് വാക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതുപോലെ ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും തമ്മിലുള്ളൊരു വ്യത്യാസം, ഭയങ്കര ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതിനൊരു കറക്റ്റ് ഡെഫിനിഷൻ കേട്ടോ. അപ്പൊ കുറച്ച് 2 ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടാതെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അല്ലെ. WHO കേട്ടിട്ടില്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ, ലോകാരോഗ്യ സംഘടന എന്ന് പറയും അല്ലെ. അപ്പൊ അവരുടെ ഒരു ഡെഫിനേഷൻ നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ഈ നോട്ടിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ. ഇതിലുള്ള കാര്യങ്ങൾ തന്നെ ചോദിക്കുള്ളൂ.
പിന്നെ പരമാവധി ക്ലാസ്സുകൾ നല്ലപോലെ ശ്രദ്ധിക്കുക. എന്നിട്ട് മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നമ്മൾ പലപ്പോഴും ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം നമ്മുടെ പഠനം കംപ്ലീറ്റ് ആവില്ല. നമ്മൾ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങളുടെ സ്പീഡ് ആയാലും നിങ്ങൾക്ക് ആ ടൈം ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പലരും പഠിക്കും, പക്ഷെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് ശീലിക്കില്ല. അപ്പൊ എന്തുണ്ടാവും, എക്സാമിന്റെ ടൈമിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ. ഓൺലൈൻ എക്സാം ആണ്. അപ്പോ അത് പ്രാക്ടീസ് ചെയ്യുന്ന അത് ഈസി ആവണമെങ്കിൽ ഇപ്പോഴേ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് തുടങ്ങാൻ നമുക്ക്. ചാപ്റ്റർ നമ്പർ 1 ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. The English words hospitals, hostels, hotels and hospice are all according to etymology related to the Latin noun hospice, a word having the opposite meaning, a guest or visitor, and one who provides lodging or entertainment for a guest or visitor. ഓക്കെ, ഒരു വലിയൊരു സെന്റൻസ് ആണ് പറഞ്ഞല്ലേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, അതിനെ പറ്റിയാണ് ഇത് പറഞ്ഞത് അല്ലെ. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസ്, അതുപോലെ ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പൈസ് കേട്ടിട്ടുണ്ടോ? ഹോസ്പൈസ് എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അറിയാത്ത വാക്കുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ കുറെ വേർഡുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ചു കേട്ടോ. അറിയുന്നവർ എഴുതണ്ട, അറിയാത്തവർ എഴുതി വെച്ചു കേട്ടോ. എന്താണ് ഹോസ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹോസ്പൈസ് അഭയ കേന്ദ്രം ആണ് കേട്ടോ അർത്ഥം. അഭയ കേന്ദ്രം കേട്ടോ ഹോസ്പൈസ്. പ്രത്യേകിച്ച് നമ്മള് ഈ പറയുന്ന എന്താണ് പാലിയേറ്റീവ് കെയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഈ കിടപ്പ് രോഗികളൊക്കെ ഇല്ലേ, കിടപ്പ് രോഗികളെയൊക്കെ ചികിത്സിക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, ആ ഒരു അർത്ഥമാണ് കേട്ടോ ഹോസ്പൈസ് എന്ന് പറയുന്ന. ഒരു പുതിയ വാക്കായിരിക്കും ചെറുപ്പങ്ങൾക്ക്, കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റൽ, അതുപോലെ ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പൈസ് അങ്ങനെയുള്ള ഇംഗ്ലീഷ് വേർഡുകളൊക്കെ ഏത് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ലാറ്റിൻ പദമായിട്ടുള്ള ഹോസ്പിസ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല എന്നറിയാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഈ സ്ക്രീനിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. എവിടെയെങ്കിലും എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചു, കുഴപ്പമില്ല. നോക്കൂ, എറ്റിമോളജി റിലേറ്റഡ് ടു ദ ലാറ്റിൻ നൗൺ ഹോസ്പിസ്. എന്താണ് എറ്റിമോളജി എന്ന് പറഞ്ഞാല്? എറ്റിമോളജി ആർക്കെങ്കിലും അറിയോ? എന്താണ് എറ്റിമോളജി എന്ന് പറഞ്ഞാല്? അറിയുന്നവര് ജസ്റ്റ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ എറ്റിമോളജി? ഇനി വരും, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഷിബിൽ പറഞ്ഞു ഒറിജിൻ ഓഫ് ദി വേർഡ്. കറക്റ്റ് ആണ് കേട്ടോ. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ വേർഡ്സ് ആൻഡ് ദയർ മീനിങ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന വാക്കുകള്, അവയുടെ അർത്ഥങ്ങള്, അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് കേട്ടോ. അതാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ വേർഡ്സ് ആൻഡ് ദയർ മീനിങ്സ് കേട്ടോ. വാക്കുകളെ പറ്റിയും അതിന്റെ അർത്ഥങ്ങളെ പറ്റിയും ഷിബിൽ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. അതാണ് എറ്റിമോളജി. എറ്റിമോളജി പ്രകാരം എന്താണ്? ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പൈസ് ഇങ്ങനെയുള്ള വാക്കുകള് ലാറ്റിൻ പദമായിട്ടുള്ള ഹോസ്റ്റൽസ് കേട്ടോ. ഹോസ്റ്റൽസ് അണ്ടർലൈൻ ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഹോസ്പിസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മാത്രമല്ല, ഹോട്ടല്, ഹോസ്റ്റൽ അങ്ങനെ. ഓക്കെ, ഇനി ഈ ഹോസ്പിസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ്? എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കേ, എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ്. ഓപ്പോസിറ്റ് എന്ന് പറയാൻ അല്ലെങ്കിൽ ഡയമെട്രിക് മീനിങ് എന്നാണ് പറയാം കേട്ടോ. ഡയമെട്രിക് അതായത് ഒരു വാക്കിന് തന്നെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാവില്ലേ? ഒരേ വാക്കിന് തന്നെ ചിലപ്പോൾ രണ്ട് ഡ്യുവൽ മീനിങ് ഉണ്ടാവും. അതിനെയാണ് നമ്മള് ഇവിടെ ഓപ്പോസിറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഡയമെട്രിക് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഒരു വാക്കിന് തന്നെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഹോസ്പിസ് എന്ന് പറയുന്ന വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഓക്കെ, രണ്ട് മീനിങ് എന്ന് പറഞ്ഞ രണ്ടും ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കാം. വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള മീനിങ്സ് ഉള്ള വാക്കുകളുണ്ട് കേട്ടോ. എന്താണ് അതിന്റെ അർത്ഥം? മീനിങ് എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഒരു അർത്ഥമാണ് പറയുന്നത്. ഗസ്റ്റ് ഓർ വിസിറ്റർ, അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്നിങ്ങനെയുള്ള ഒരു അർത്ഥമുണ്ട്. അത് കൂടാതെ വേറൊരു അർത്ഥം എന്താണെന്ന് നോക്കിയേ, വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. അതായത് ഒരു അതിഥിക്ക് അല്ലെ, ഒരു ഗസ്റ്റിന് അല്ലെങ്കിൽ ഒരു വിസിറ്ററിന് എന്താണ്? വിനോദം ഒരുക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അവർക്ക് ലോഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി, അങ്ങനെയും അർത്ഥമുണ്ട്.
കേട്ടോ. രണ്ട് മീനിങ് ആണ്, അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് മീനിങ്, ഡയമെട്രിക് മീനിങ് വന്നത്. ഈ വാക്കിന് തന്നെ രണ്ടർത്ഥങ്ങളുണ്ട്. ഏതൊക്കെയാണ് രണ്ടർത്ഥം? ഒന്ന് ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെ, അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്നർത്ഥമുണ്ട്. അതല്ലെങ്കിൽ എന്താണ്? അതിഥിക്ക് അല്ലെങ്കിൽ സന്ദർശകന് വിനോദം ഒരുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി, അങ്ങനെയും അർത്ഥമുണ്ട്. ഓക്കെ, ഇവിടെ നോക്കി എന്താ ഉദ്ദേശിക്കുന്നത്? പ്ലേസ് വെർ ദ ഗസ്റ്റ് ഈസ് റിസീവ്ഡ് അല്ലെ, അതായത് നമ്മളൊരു ഗസ്റ്റിനെ, അതിഥിയെ സ്വീകരിക്കുന്ന സ്ഥലം, അങ്ങനെയും മീനിങ് കേട്ടോ. രണ്ടർത്ഥമാണ്. ഒന്നിനും ഗസ്റ്റ് ഓർ വിസിറ്റർ, അല്ലെങ്കിൽ എന്താണ്? അതിഥിയെ അല്ലെങ്കിൽ സന്ദർശകനെ സ്വീകരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി. അങ്ങനെ രണ്ട് മീനിങ്ങുകളാണ് അതിനുള്ളത്. ഏത് വാക്കിന്റെ കാര്യം നമ്മൾ പറയുന്നത്? ലാറ്റിൻ പദമായിട്ടുള്ള ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയുന്ന കാര്യങ്ങള്? ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് പറയാമോ നിങ്ങള്? ഇങ്ങനെ എടുത്താൽ മതിയോ ക്ലാസ്? ഓക്കെ അല്ലേ? ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ശരി, സ്പീഡ് കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ അതിനനുസരിച്ച് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത്. ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഗസ്റ്റ് ഓർ വിസിറ്റർ, അല്ലെങ്കിൽ എന്താണ്? ഒരു ഗസ്റ്റിനോ എന്താണ് പല PDF നമ്മൾ സ്ക്രീൻ ഷെയറിംഗ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് മേടിക്കണം കേട്ടോ. ഇർഫാന, ടെക്സ്റ്റ് ബുക്ക് മേടിക്കണം. ഓക്കെ, സ്ക്രീൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എടുത്തോളൂ. ഓക്കെ, അപ്പോ ഗസ്റ്റ് ഓർ വിസിറ്റർ അഥവാ ഗസ്റ്റിന് അല്ലെങ്കിൽ വിസിറ്ററിന് താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി എന്നിങ്ങനെ അർത്ഥം വരുന്ന ഹോസ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ വരാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ. From its gradual, ഒന്നുകൂടെ വായിക്കാണ്. The English words hospitals, hostel, hotel and hospice are all according to etymology. Etymology എന്ന് പറഞ്ഞ study of the origin of words and their meanings ആണ്. Related to the Latin noun hospice, meaning എന്താണ്? A word having the opposite meaning, a guest or visitor, and one who provides lodging or entertainment for a guest or visitor. That means a place where the guest is received. Clear? അടുത്തത് നോക്കൂ. From its gradual evolution through the 18th and 19th centuries, the hospitals in the eastern and western world has come of age only newly during the past 50 years, or so the concept of today's hospital contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. എന്താണ് അവിടെ പറയുന്നത്? അതായത് നമ്മൾ ആ പണ്ട് കാലത്ത് തൊട്ട് ഇന്ന് കാണുന്ന ഒരു ഹോസ്പിറ്റലിന്റെ റിവല്യൂഷനിലേക്ക് എത്തിയൊരു വഴിയാണ് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാല് കഴിഞ്ഞ 50 വർഷമായിട്ട് എന്താണ് ഹോസ്പിറ്റലുകൾ ഗണ്യമായിട്ട് എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല ഹോസ്പിറ്റലുകൾ, ഇന്ന് കാണുന്ന ലെവലിലായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 18-19 നൂറ്റാണ്ട് തൊട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. 50 വർഷം എന്ന് പറയുന്നത് നിസ്സാര ഒരു കാലയളവല്ല അല്ലെ, വലിയൊരു കാലയളവാണ്. അപ്പൊ ആ ഒരു കാലയളവ് തൊട്ട് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു വന്നിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇമേജിലോട്ട് ഹോസ്പിറ്റലുകൾ എത്തിയത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഗ്രാജുവൽ എവല്യൂഷൻ ത്രൂ ദ 18th and 19th centuries, the hospitals in the eastern and western world has come age only newly during the past 50 years. കഴിഞ്ഞ 50 വർഷങ്ങളോളമായിട്ട് ഇങ്ങനെ ഒരു മാറ്റത്തിലൂടെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് മാത്രമാണോ, ഒരു ഹീലിംഗ് സെന്റർ മാത്രമായിരുന്നു. അതായത് നമുക്കൊരു രോഗം വരുമ്പോൾ ചികിത്സിക്കാനുള്ള ഒരു സ്ഥലം. ഇന്നത്തെ കൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഒട്ടേറെ സേവനങ്ങൾ നൽകുന്ന ഒരു ഫെസിലിറ്റിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. സോ ദ കൺസെപ്റ്റ് ഓഫ് ടുഡേസ് ഹോസ്പിറ്റൽ കോൺട്രാസ്റ്റിംഗ് ബേസിക്കലി from the old idea of a hospital as no more than a place for the treatment of the sick. അതായത് നമ്മളൊരു അസുഖത്തിന് ചികിത്സിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നിന്നും ഒരുപാട് മാറി ഇന്നത്തെ ഹോസ്പിറ്റലുകൾ. എന്ന് പറഞ്ഞ് ചികിത്സിക്കുക മാത്രമല്ല മറ്റൊട്ടേറെ സേവനങ്ങളും ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയാൻ എന്താ മനസ്സിലാക്കാനുള്ളത്? ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റും അന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റും എന്താണ് തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. വളരെയധികം വ്യത്യാസമുണ്ട്. ഇനി എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ, അതിനെ പറ്റിയാണ് ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. Currently, the hospitals are not just seen as a healing centers, but also as a place that actually promote healthful living.
അപ്പോ ഇന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വെറും ഹീലിംഗ് സെന്റേഴ്സ് മാത്രമല്ല. അല്ലെ, ഹീലിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് രോഗശമനം നൽകുന്ന ഒരു സ്ഥലം എന്നത് മാത്രമല്ല. പിന്നെ എന്താണ്, ഇന്ന് ഒരുപാട് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് ഹോസ്പിറ്റൽ. പല രീതിയിലുള്ള സേവനങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കിക്കേ, the general public would prefer to visit the hospital that offers many facilities rather than going to a hospital that only satisfies to the patient's care. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ പബ്ലിക് അല്ലെ, നമ്മളായി കഴിഞ്ഞാലും നമ്മൾ എന്താണ് വെറും ഒരു പേഷ്യന്റിന്റെ പരിചരണം അല്ലെ, പേഷ്യന്റിന് കെയർ കൊടുക്കുന്ന അവരെ സംതൃപ്തിപ്പെടുത്തുന്നത് മാത്രമല്ല ആഗ്രഹിക്കുന്നത്, കുറേ കൂടെ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് ആളുകൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നമ്മളായാലും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അപ്പൊ മരുന്ന് അവിടെ ഇല്ല, ഫാർമസി സൗകര്യം ഇല്ല, അപ്പൊ പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, മരുന്നുകൾ അവർ എഴുതി തരും അല്ലെ, മെഡിസിൻസ് ചിലപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യും. അല്ലെങ്കിൽ പോട്ടെ നമുക്ക് ഒരു എക്സ്റേ എടുക്കണം, അല്ലെങ്കിൽ ഒരു സ്കാനിങ് എടുക്കണം. അപ്പൊ അത്തരം സൗകര്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവര് ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ, പുറത്തേക്ക് അത് എഴുതി തരും. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പുറത്തോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പൊ അതിനും നല്ലത് എന്താണ്, നമുക്ക് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അതേസമയം എല്ലാ ഫെസിലിറ്റികളും നമുക്ക് ആ ഒരൊറ്റ ഹോസ്പിറ്റലിൽ തന്നെ ലഭിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അത് തന്നെ പ്രിഫർ ചെയ്യുന്നു അല്ലെ. ഇപ്പൊ മരുന്നായാലും ഡോക്ടറെ കാണാനായാലും മരുന്ന് മേടിക്കാനായാലും ഇനിയിപ്പോ ഒരു എക്സ്റേ സ്കാനിങ് ഒക്കെ എടുക്കാനും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും, നമ്മൾ വളരെയധികം കംഫർട്ടായി അല്ലെ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. വെറും പേഷ്യന്റിന്റെ കെയറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമല്ല, കുറേയും കൂടെ കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് പോകാനാണ് ആളുകൾ കൂടുതലും എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ക്ലിയർ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. ജനറൽ പബ്ലിക് വുഡ് പ്രിഫർ ടു വിസിറ്റ് ദ ഹോസ്പിറ്റൽ ദാറ്റ് ഓഫേഴ്സ് മെനി ഫെസിലിറ്റീസ് റാദർ ദാൻ ഗോയിങ് ടു എ ഹോസ്പിറ്റൽ ദാറ്റ് ഓൺലി സാറ്റിസ്ഫൈസ് ടു ദ പേഷ്യന്റ് കെയർ. ഓക്കെ, with this concept, ഈ ഒരു കൺസെപ്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് the image of the hospitals gradually became good and they are being arisen again from just being the centers for medical care and treatment to a facility providing comprehensive, preventive, curative and rehabilitation services. അല്ലെ, ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലുകളുടെ പ്രതിച്ഛായ ഒരുപാട് മാറി അല്ലെ. വെറും മെഡിക്കൽ പരിചരണങ്ങളും ട്രീറ്റ്മെന്റും കൊടുക്കുന്ന ഒരു സ്ഥലം എന്നതിനേക്കാളുപരി എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കുകയാണ് അവര്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളത് അല്ലെ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ വളരെ സമഗ്രമായിട്ടുള്ളത് അല്ലെ, വളരെ വിപുലമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുന്ന. പ്രിവെന്റീവ്, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് പ്രതിരോധപരമായിട്ടുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ വാക്സിനേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ചില ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ട്, അതൊക്കെ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സേവനങ്ങളാണ്. വെറും ചികിത്സിക്കാൻ മരുന്ന് കൊടുക്കാൻ മാത്രമല്ല, ആളുകളിൽ ബോധവൽക്കരണം, അവർക്ക് വാക്സിനേഷൻ കൊടുക്കുക, അങ്ങനെയുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള സേവനങ്ങളും ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കോംപ്രിഹെൻസീവ്, പിന്നെ പ്രിവെന്റീവ് അല്ലെ, പ്രതിരോധപരമായിട്ടുള്ള. ക്യൂറേറ്റീവ്, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശമനം നടത്തുക അല്ലെ. ഓക്കെ, പിന്നെ റിഹാബിലിറ്റേഷൻ സർവീസസ്. റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാല് പുനരധിവാസം അല്ലെ. അതായത് പ്രത്യേകിച്ച് ഡി അഡിക്ഷൻ സെന്ററുകളൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ, എന്തെങ്കിലും അസുഖം വന്നിറങ്ങി വളരെ അഡിക്ഷൻ അല്ലെ, ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ നമ്മൾ അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്ത് തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാണ് അല്ലെ, അവരാ ഒരു നോർമൽ ലൈഫിലോട്ട് നമ്മൾ കൊണ്ടുവരാണ്. അപ്പൊ അത്തരത്തിലുള്ള വളരെ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തില് ഹോസ്പിറ്റലുകളുടെ ഇമേജ് മാറി. പണ്ട് എന്ത് മാത്രമായിരുന്നു ഹോസ്പിറ്റല്, ജസ്റ്റ് എസ് എ ഹീലിംഗ് സെന്റർ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, പ്രിവെന്റീവ് ആയിട്ടുള്ള, ക്യൂറേറ്റീവ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറി ഹോസ്പിറ്റൽ. ഓക്കെ ആണല്ലോ. അതാണ് ഒരു പണ്ടത്തെ കൺസെപ്റ്റ് ഇന്നത്തെ കൺസെപ്റ്റ് തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെ. 50 വർഷങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞതൊരു നിസ്സാര മാറ്റമല്ല അല്ലെ. ഓരോ വർഷങ്ങൾ ചെയ്യുന്നതോറും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തേ ഉള്ളൂ, ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് നമ്മൾ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഗസ്റ്റ് ഓർ വിസിറ്റർ, അല്ലെങ്കിൽ ഗസ്റ്റിനോ വിസിറ്ററിനോ താമസ സൗകര്യം ഒരുക്കുന്ന വ്യക്തി എന്നിങ്ങനെ അർത്ഥം വരുന്ന ഹോസ്പിസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത്
വന്നത്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റും ഇന്നത്തെ കൺസെപ്റ്റും തികച്ചും വ്യത്യസ്തമാണ് അല്ലെ. പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വെറും ഒരു ഹീലിംഗ് സെന്റർ ആണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒട്ടേറെ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, പ്രിവെന്റീവ് ആയിട്ടുള്ള, ക്യൂറേറ്റീവ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സേവനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിന് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഇങ്ങനെ പോയാൽ പോരെ? സ്പീഡൊന്നും ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, കുറച്ച് ദിവസം തുടക്കം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. പിന്നീടുള്ള ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ആ ട്രാക്കിലോട്ട് വരും. അപ്പൊ നമുക്ക് പയ്യെ സ്പീഡ് കൂട്ടി വരാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പഠിക്കുന്നത് ഡെഫിനേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ഇനി നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കണം അല്ലെ. കൃത്യമായിട്ടുള്ളൊരു നിർവചനം വേണം. അപ്പൊ എന്തൊക്കെയാണ് നോക്കുക. ഓക്കെ, നോക്കിക്കേ, ഫസ്റ്റത്തെ ഡെഫിനിഷൻ നോക്കിക്കേ. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് medical and surgical treatment and nursing care for any ill or injured people. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, അല്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അടുത്ത് തന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമല്ലോ, സിമ്പിൾ ആണ് കേട്ടോ. ക്ലാസ് ഒന്ന് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, അവസാനം കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. Hospitals are the institutions providing medical and surgical treatment and nursing care for any ill or injured people. അതായത് ഏതെങ്കിലും അസുഖമോ അല്ലെങ്കിൽ പരിക്കോ പറ്റിയ ആളുകൾക്ക് മെഡിക്കൽ സർജിക്കൽ ചികിത്സകൾ അല്ലെ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. ഹോസ്പിറ്റൽസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇൻജേർഡ് പീപ്പിൾ. പൊതുവെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂള്, അക്കാഡമി, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. അതും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറഞ്ഞാല് അതൊരു പെർമനന്റ് ഓർഗനൈസേഷൻ ആണ് അല്ലെ, സ്ഥിരമായിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അത് മാത്രമല്ല അവരെന്താണ്, ഒരു പബ്ലിക് സർവീസ് ആണ് കൊടുക്കുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ലേ, ഹോസ്പിറ്റല് മാത്രമല്ല, ഹോസ്പിറ്റലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതൊരു പെർമനന്റ് ഓർഗനൈസേഷൻ ആണ്, അതൊരു പബ്ലിക് സർവീസ് ആണ് കൊടുക്കുന്നത് അല്ലെ. ഒരു ഹെൽത്ത് കെയർ അല്ലെ, ഒരു പരിചരണം അല്ലെ, ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവീസ് ആണ് അവര് കമ്മ്യൂണിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ചില പ്രത്യേകമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊക്കെ വിധേയമായിക്കൊണ്ടാണ് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്. പിന്നെ മാത്രമല്ല ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള, വളരെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടെ നമുക്ക് വേണ്ടിയിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ടാണ് അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ കാരണം. ഇതൊരു പെർമനന്റ് ഓർഗനൈസേഷൻ ആണ്, അതൊരു സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതൊരു പബ്ലിക് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, വളരെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അവിടെ സേവനങ്ങൾ നമുക്ക് തരുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഹോസ്പിറ്റലും ഇത് തന്നെയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി അതൊരു ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇനി വേറൊരു ഡെഫിനിഷൻ നോക്കിക്കേ നിങ്ങൾ, അത് ഒരു തരത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി വേറൊരു തരത്തിലുള്ള ഡെഫിനിഷൻ, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്സ് യൂസ് ഓഫ് ഫിസിഷ്യൻസ്, surgeons and a team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention, education and research. എന്താണ് പറയുന്നത്? അതായത് നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ്, ഏതൊക്കെയാണ്? ഡയഗ്നോസിസ് അല്ലെ, ഡയഗ്നോസിസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? രോഗനിർണയങ്ങൾ നടത്തുക അല്ലെ. അതുപോലെ തന്നെ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ റീഹാബിലിറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പുനരധിവാസം. പിന്നെ പ്രിവെൻഷൻ അല്ലെ, പ്രതിരോധം. അതോടൊപ്പം തന്നെ എന്താണ്? എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അല്ലെ. വിദ്യാഭ്യാസം, മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ട് അല്ലെ, റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർജന്മാരെയും അതുപോലെ തന്നെ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെയാണ് കേട്ടോ. ഡോക്ടറാണ്, ജനറൽ പ്രാക്ടീഷണറെയാണ് നമ്മൾ ഫിസിഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ പറയുന്ന ഫിസിഷ്യന്മാരെയും സർജന്മാരെയും ടെക്നിക്കൽ സ്റ്റാഫുകളെയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനേഷൻ ആണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഡയഗ്നോസിസ്, തെറാപ്പി, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ,
പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് സർജൻസിനെയും ഫിസിഷ്യന്മാരെയും ടെക്നിക്കൽ സ്റ്റാഫുകളെയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ രണ്ട് ഡെഫിനിഷൻസ് ഒക്കെ ആണോ? രണ്ടും പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻസ് നോക്ക്, ഏതാന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യും. ഇത്രയുള്ള ടാസ്ക് എവിടെ വരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കാം. പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി രണ്ട് ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നോക്കിക്കേ. Professionally and technically skilled people apply their knowledge and skill with the help of complicated equipment and appliances. ഇതിന് വേണ്ടിയിട്ടാണ് to provide the quality care for the patient. അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നത് അല്ലെ, ടെക്നിക്കൽ സ്റ്റാഫുകളുണ്ട് അല്ലെ, ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള നമ്മളിങ്ങനെ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തുമാത്രം വ്യാപ്തിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പൊ വളരെ പ്രൊഫഷണലി അതുപോലെ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകള് അവരുടെ കഴിവുകൾ, അവരുടെ നോളജ് അപ്ലൈ ചെയ്യുന്ന ഇന്ത്യയിൽ പറയുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളും അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകള് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് ദ ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ് അല്ലെ. ഈ പറയുന്ന രോഗികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകള് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഹ്യൂമൻ ഇൽസ് ആൻഡ് ബ്രിങ്ങിങ് ബാക്ക് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് of those temporarily prevented from enjoying this. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അസുഖമുള്ള ആളുകളെ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും രോഗനിർണയം നടത്തുകയും തിരിച്ചൊരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന, അതുപോലെ ഇങ്ങനെയുള്ള സേവനങ്ങൾ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അവരെയൊക്കെ അവരുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹോസ്പിറ്റൽ എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നമ്മൾ ഇത്രയും വരെ പഠിച്ചത് ഹോസ്പിറ്റൽ എന്ന വാക്കിന്റെ ഒറിജിനേഷൻ ഇവിടെ നിന്നാണ്. പണ്ടത്തെ ഒരു കൺസെപ്റ്റും ഇന്നത്തെ കൺസെപ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. രണ്ട് വ്യത്യസ്ത ഡെഫിനിഷൻസ് ആണ് നമ്മൾ കണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ശരി, ഇനി അടുത്തത് നോക്കാം കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ WHO ഡെഫിനിഷൻ. WHO എന്നൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അല്ലെ. ഇതാണ് അതിന്റെ ഫുൾ ഫോം. എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ. അതായത് നമ്മുടെ UN അല്ലെ, യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് അല്ലെ WHO എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് അല്ലെ. 1948 ഏപ്രിൽ 7 ഈ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം, അറിയാവുന്നവരുണ്ടായിരിക്കും, അതൊന്നും ചോദിക്കൊന്നുമില്ല, എന്നാലും പറഞ്ഞത് മാത്രം കേട്ടോ. 1948 ഏപ്രിൽ 7 നമ്മുടെ ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് കേട്ടോ. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നമ്മുടെ ലോകമെമ്പാടും ഒരു വളരെ ഹെൽത്ത്ഫുൾ, വളരെ എന്താ പറയാ, ഒരു ഗുഡ് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെ, അങ്ങനെയുള്ളൊരു ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു UN-ന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി ആ ഒരു WHO-ന്റെ ഡെഫിനിഷൻ ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ ആണ് കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ്. നമുക്കൊന്ന് വായിക്കാം. എന്താണ് പറയുന്നത്? A hospital is a hospital. Hospitals എന്ന് വേണ്ട, hospital. Okay. A hospital is an integral part of a medical and social organization, the function of which is to provide for the population complete health care, both curative and preventive, and whose outpatient services reach out to the family and its home environment. The hospital is also a center for the training of health workers and biosocial research. ഓക്കെ, വലിയൊരു ഡെഫിനിഷൻ ആണ് അല്ലെ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ ഇസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെ. നമ്മുടെ മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റഗ്രൽ പാർട്ട് എന്നാണ് പറയുന്നത്.
അല്ലെ. നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ് ഫംഗ്ഷൻ? ഈ പറയുന്ന ജനങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുക അല്ലെ. നമ്മുടെ ജനങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുക, ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്, അതായത് രോഗപ്രതിരോധം എന്ന രീതിയിലും രോഗശമനം എന്നുള്ള രീതിയിലും ഒരു പിന്നെന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസസ് റീച്ച് ഔട്ട് ടു ദ ഫാമിലി ആൻഡ് ഇറ്റ്സ് ഹോം എൻവയോൺമെന്റ് അല്ലെ. അത് മാത്രമല്ല ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ ഔട്ട് പേഷ്യന്റ് സർവീസ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് പോകുന്ന ആളുകളാണ് അല്ലെ. അഡ്മിറ്റ് ആവുന്നില്ല. ഒപി പേഷ്യന്റ് കേട്ടിട്ടില്ല, ഔട്ട് പേഷ്യന്റ് സർവീസുകൾ അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ ഔട്ട് പേഷ്യന്റ് സേവനങ്ങളെ എന്താണ് ആ ഒരു വ്യക്തി ഉൾപ്പെടുന്ന അല്ലെ, ആ രോഗികൾ ഉൾപ്പെടുന്ന കുടുംബത്തിലേക്കും അവരുടെ ആ ഒരു ഹോം എൻവയോൺമെന്റിലേക്കും ആ സർവീസുകളെ എന്ത് ചെയ്യാം? വ്യാപിപ്പിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകള്, നമ്മുടെ ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരിക്കും, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന അസുഖങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെ, നമ്മുടെ സറൗണ്ടിങ്സ്, അതാണ് ഹോം എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ആരോഗ്യത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നില്ലേ അല്ലെ. നല്ലൊരു സറൗണ്ടിങ്സിലാണെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കും, മോശം സറൗണ്ടിങ്സിലാണ്, അങ്ങനെ ഒരു എൻവയോൺമെന്റിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾക്ക് സമ്പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യുക അല്ലെ. ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്, രോഗശമനം എന്ന രീതിയിലും രോഗപ്രതിരോധം എന്നുള്ള രീതിയിലും. അതുപോലെ ഹോസ്പിറ്റലിന്റെ ഔട്ട് പേഷ്യന്റ് സേവനങ്ങള് ആ വ്യക്തികള്, രോഗികൾ ഉൾപ്പെടുന്ന കുടുംബത്തിലോട്ടും അവരുടെ ആ ഒരു വീട്ടു പരിസരങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ക്ലിയർ ആണ്? എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ എവിടെ ഒതുങ്ങുന്നില്ല, ആ ഒരു ഹോസ്പിറ്റലിന്റെ ബൗണ്ടറിക്ക് അകത്ത് മാത്രം ഒതുങ്ങാതെ അതിന് പുറത്തോട്ടും അവരുടെ സേവനങ്ങൾ സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് കേട്ടോ. പിന്നെന്താണ്? ദ ഹോസ്പിറ്റൽ ഈസ് ആൾസോ എ സെന്റർ ഫോർ ദ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ബയോ സോഷ്യൽ റിസർച്ച്. അതോടൊപ്പം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് വർക്കേഴ്സ് അല്ലെ, അതായത് ഈ പറയുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം കൊടുക്കുന്ന, അതുപോലെ ബയോ സോഷ്യൽ റിസർച്ച് അല്ലെ. എന്താണ് ബയോ സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ സോഷ്യൽ ഫാക്ടേഴ്സിനെ പരസ്പരം കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ പറ്റിയും അസുഖങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത്തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനം. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും. സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ചുറ്റുപാടുകള്, നമ്മുടെ ഹോമിലി അറ്റ്മോസ്ഫിയർ, അതൊക്കെ നമ്മുടെ കൾച്ചർ അല്ലെ, അതൊക്കെ നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. ഈ പറയുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് ഒരു പരിധി വരെ നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ രീതിയിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ സോഷ്യൽ ഫാക്ടേഴ്സിനെ പരസ്പരം കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ആരോഗ്യത്തെ പറ്റിയും അസുഖങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നതിനായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതും, അതുപോലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സെന്ററും കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ബ്രാക്കറ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1957 കേട്ടോ. അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1957 മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് നമ്മൾ കണ്ടത് കേട്ടോ. അല്ലാണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷമല്ല കേട്ടോ എഴുതിയിരിക്കുന്നത്. 1957 ഇങ്ങനെ ഒരു ഡെഫിനേഷൻ അവർ മുന്നോട്ട് വെച്ചത്. ഒന്നുകൂടെ വായിക്കാം, ക്ലിയർ ആയോ? A hospital is an integral part of a medical and social organization, the function of which is to provide for the population complete health care, both the curative and preventive, and whose outpatient services reach out to the family and its home environment. The hospital is also a center for the training of health workers and biosocial research. ഓക്കെ, ഏത് വർഷമാണ് ഈ ഒരു ഡെഫിനിഷൻ മുന്നോട്ട് വെച്ചത്? 1957 ആണ് കേട്ടോ, 1957. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ് സ്ഥാപിതമായത്? 1947 ഏപ്രിൽ 7 കേട്ടോ, 1947 ഏപ്രിൽ 7. ഓക്കെ, ക്ലിയർ ആണോ? ഇതോടുകൂടി നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ ചുരുക്കമുള്ളൂ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞോളൂ കേട്ടോ.
പ്രത്യേകിച്ച് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം ഒരുപാട് എടുക്കുന്നില്ല. അപ്പൊ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ഹോസ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഓക്കെ, ഹോസ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ മീനിങ് എന്താണ്? ഡയമെട്രിക് മീനിങ് ആണ് കേട്ടോ. അതായത് ഒരേ വാക്കിന് തന്നെ രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വാക്കാണ് ഹോസ്പസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അർത്ഥം? ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെ, അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ പേഴ്സൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെ, ഒരു ഗസ്റ്റിനോ വിസിറ്ററിനോ താമസ സൗകര്യം അല്ലെ, അല്ലെങ്കിൽ വിനോദം ഒരുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കുന്ന സ്ഥലം, അങ്ങനെയും അർത്ഥമുണ്ട് കേട്ടോ. ആ അർത്ഥം വരുന്ന ഹോസ്പസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആ ഒരു പഴയൊരു കൺസെപ്റ്റ് ഇന്നത്തെ കൺസെപ്റ്റും തികച്ചും വ്യത്യസ്തമാണ്. പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ജസ്റ്റ് എ ഹീലിംഗ് സെന്റർ ആണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒട്ടനവധി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻസ് ആണ്. 3 ഡെഫിനിഷൻസ് നമ്മൾ മൊത്തം പഠിച്ചു കേട്ടോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഉൾപ്പെടെ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ലോ ഇൻഷുർഡ്. അതൊരു ഡെഫിനിഷൻ ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞ ഡയഗ്നോസിസ്, തെറാപ്പി, റിഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച് ഒക്കെ അത്തരം സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ഫിസിഷ്യനെയും സർജൻസിനെയും ടെക്നിക്കൽ സ്റ്റാഫുകളെയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഫുൾഫോം പഠിച്ചു വെക്കണം, അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ. ഓക്കെ ആണോ? മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ാണോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലെ. ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ നമ്പർ 2 ഹിസ്റ്ററി ആണ് കേട്ടോ. ക്ലിയർ ആണ്. അതായത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ ഹോസ്പിറ്റലുകൾ ഒരുപാട് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചാപ്റ്റർ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. മീൻസ് ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി. നമ്മൾ ഇന്ന് കാണുന്ന ഒരു ലെവലിലോട്ട് ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ട ആ ഒരു നാൾ വഴികളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിന്റെ ഇത് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഒരു 4 കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മളത് പഠിക്കുന്നത്. അതായത് ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തി ഒരു മോഡേൺ പീരീഡിലുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാനായിട്ട് കുറെ നാൾവഴികളിലൂടെയാണ് കടന്നത്. ആ 4 കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ആ ഒരു ഹിസ്റ്ററിനെ നോക്കിക്കാണുന്നത് കേട്ടോ. ഒന്ന് പ്രാചീന കാലഘട്ടത്തിലെ ഹോസ്പിറ്റലുകൾ, ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലുകള്, പിന്നെ ഒരു റിനൈസൻസ് ഏജ് നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി, പിന്നെ മോഡേൺ പീരീഡ്. അങ്ങനെ ഒരു 4 കാലയളവുകളിൽ നമ്മൾ ആ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കും. അതിനകത്ത് നമുക്ക് കുറെ പോയിന്റുകളൊക്കെ പഠിക്കാനുണ്ട്. സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു കുറെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത്രയൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സെനാരിയോ, ദാറ്റ് മീൻസ് ഇന്ത്യൻ പശ്ചാത്തലത്തില് ഹോസ്പിറ്റലിന്റെ ഒരു റിവല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബയോസോഷ്യൽ റിസർച്ച് എന്താണ് ഇർഫാന? ബയോസോഷ്യൽ റിസർച്ച് അല്ലെ. ബയോസോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞാല് ബയോളജിക്കൽ ഫാക്ടേഴ്സിനെയും സോഷ്യൽ ഫാക്ടേഴ്സിനെ പരസ്പരം കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള റിസർച്ച് ആണ്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അല്ലെ, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ. സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കൾച്ചർ, നമ്മുടെ എൻവിയോൺമെന്റ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള അവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, ആ ചുറ്റുപാടുകളിൽ മോശം അന്തരീക്ഷമാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും അല്ലെ. നല്ലൊരു രീതിയിൽ ചിലത് നമ്മുടെ കൾച്ചർ, ചിലവർക്ക് ഒരു കൾച്ചറിനെ ബേസ് ചെയ്ത് അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കും കേട്ടോ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു റിലീജിയനായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിരുന്നു. കൾച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നമുക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ നടന്നിരുന്നത്. അത്തരത്തില് സോഷ്യൽ ഫാക്ടേഴ്സിനെ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ പരസ്പരം കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള റിസർച്ചാണ്. എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത്? നമ്മുടെ ഹെൽത്തിനെ പറ്റിയും നമ്മുടെ ഡിസീസസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാം.
കംപ്ലീറ്റ് ആണ് കേട്ടോ. ഇത്രേ ഉള്ളൂ സോഷ്യൽ റിസർച്ച്. രണ്ട് ഫാക്ടേഴ്സ്, ബയോളജിക്കൽ ഫാക്ടറിനെ സോഷ്യൽ ഫാക്ടേഴ്സിന് പരസ്പരം കമ്പയർ ചെയ്യും കേട്ടോ. ഓക്കെ, ഹെൽത്തിനെ പറ്റി പഠിക്കാനുണ്ട്. ക്ലിയർ ആയ ഒരു ഫാക്ട് ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. പിന്നെ ഡെയിലി നിങ്ങൾ ഇന്നിപ്പോ ഈ ഒരു ക്ലാസ് എടുത്തല്ലോ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഡെയിലി മോക്ക് ടെസ്റ്റ് ആയിട്ട് ഓരോ ടീച്ചേഴ്സും കേട്ടോ അവർക്ക് എടുക്കുന്ന പോർഷനെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഡെയിലി മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നത് കേട്ടോ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് ചെയ്ത് നിങ്ങൾ നല്ലപോലെ അത് ഇതാവും കേട്ടോ. അപ്പൊ ഫൈനൽ എക്സാം ഒക്കെ വരുന്നത് ഒത്തിരിയേറെ അത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഈ രീതിയിൽ ക്ലാസ് മുന്നോട്ട് പോയാൽ പോരെ? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ടെൻഷനൊക്കെ കുറഞ്ഞോ? ഒരു ടെക്സ്റ്റ് ഉള്ളൂ, 2 ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. 1ഉം 2ഉം മൊഡ്യൂളിന്റെ ഒരു ടെക്സ്റ്റും 3rd-ഉം 4th-ഉം. അതിനെപ്പറ്റി എനിക്ക് അത് ഫുൾ ഒരു ടെക്സ്റ്റ് ആയിട്ടാണോന്ന് അറിയില്ല കേട്ടോ. നിങ്ങളൊന്ന് ഓഫീസായിട്ട് കോൺടാക്ട് ചെയ്യൂ, പറയാം. ഓക്കെ ഓക്കെ അല്ലേ? ടെൻഷനൊക്കെ കുറച്ച് കുറഞ്ഞില്ലേ? നിങ്ങളുടെ ഫ്രീ ആയില്ലേ? ഓക്കെ മാം, താങ്ക് യു. ഇതേ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവാ കേട്ടോ. അപ്പൊ ഇനി ടെൻഷനൊന്നും വേണ്ട, വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. ആരും ഇതൊക്കെ മാറ്റി വെച്ചു, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ എന്നാ അതിന്റെ പേയാണ് അതിന്റെ പേരുടെ ഓക്കെ, താങ്ക് യു മാഡം. ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാഡം.